ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പെരുമ്പാവൂർ ഗോകുലം ടാറ്റയുടെ ഷോറൂമിലാണ്. ടാറ്റ വാഹനങ്ങളുടെ GST ബെനിഫിറ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ടാറ്റ വാഹനങ്ങൾക്ക് GST ബെനിഫിറ്റ് കൂടാണ്ട് ഈ മന്ത് എൻഡ് വരെ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് ഓണം ഓഫറും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ GST ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ. അപ്പോൾ ടാറ്റ ടിയാഗോ തൊട്ട് ഹരിയർ വരെയുള്ള വാഹനങ്ങൾക്ക് GST ബെനിഫിറ്റ് വരുന്നുണ്ട്. ടിയാഗോയിലേക്ക് വരികയാണെങ്കിൽ ടിയാഗോയ്ക്ക് 72,000 രൂപ വരെ GST ബെനിഫിറ്റും 65,000 രൂപയുടെ ഓണം ഓഫറും, പഞ്ചിന് 1,10,000 രൂപ വരെ GST ബെനിഫിറ്റും 68,000 രൂപ വരെ ഓണം ഓഫറും അവൈലബിൾ ആണ്. ആൾട്രോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓണം ഓഫറൊന്നും വരുന്നില്ല, പക്ഷേ 1,01,00,000 രൂപ വരെ GST ബെനിഫിറ്റ് വരുന്നുണ്ട്. നെക്സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സോണിന് 2,15,000 രൂപ വരെ GST ബെനിഫിറ്റും 65,000 രൂപ വരെ ഓണം ഓഫറും, മൊത്തം 2,80,000 രൂപയുടെ ഓഫറും അവൈലബിൾ ആണ്. ഹരിയറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 1,28,000 രൂപ വരെയാണ് GST ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റുകൾ അല്ലെങ്കിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റുകളുടെ എക്സാക്ട് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, അതായത് പഴയ പ്രൈസ് എത്രയാണ്, പ്രൈസിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, ഇപ്പോൾ പുതിയ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടാറ്റയുടെ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് പഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം റീസെന്റ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് പഞ്ചിന്റെ ടാക്സ് ബെനിഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ പഞ്ചിന് ശരിക്കും നമുക്ക് 68,000 രൂപ മുതൽ 1,10,000 രൂപ വരെയാണ് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. പ്ലസ് 68,000 രൂപ വരെ ഓണം ഓഫറും ഉണ്ട്. ഇതിൽ 25,000 രൂപ എല്ലാവർക്കും ലഭിക്കുന്ന കൺസ്യൂമർ ഓഫറാണ്. പ്ലസ് എക്സ്ചേഞ്ച് ബോണസ്, ലോയൽറ്റി ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഓരോ ആളുകളുടെയും വാഹനത്തിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പഞ്ചിന്റെ ബേസ് വേരിയന്റ് ആയ പ്യുവർ വേരിയന്റിന് 7,40,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ് കഴിഞ്ഞ് 6,77,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 68,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ. പഞ്ചിൽ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് അഡ്വഞ്ചർ വേരിയന്റ് ആണ്. അതായത് സെക്കൻഡ് വേരിയന്റ് AMT സ്റ്റാർട്ട് ചെയ്യുന്നതും അഡ്വഞ്ചർ വേരിയന്റിൽ നിന്നാണ്. അപ്പൊ അഡ്വഞ്ചർ വേരിയന്റിന് 8,58,000 രൂപയായിരുന്നു മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ അത് 7,80,000 രൂപയ്ക്ക് ഇറങ്ങും. അതായത് 78,000 രൂപയുടെ GST ബെനിഫിറ്റും. അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,28,000 രൂപയായിരുന്നു അതിന്റെ ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ 8,44,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 76,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. ഈ നിങ്ങൾ കാണുന്ന വാഹനം പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് ആണ്. ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് മാനുവലിന് 8,98,000 രൂപയായിരുന്നു അതിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ അത് 8,17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. 81,000 രൂപയുടെ ടാക്സ് ഡിഫറൻസ് ആണ് വരുന്നത്. അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,69,000 രൂപ ആയിരുന്നു. ഇതിപ്പോൾ 8,81 ഓൺ റോഡ് ഇറക്കാം. അതായത് 88,000 രൂപയുടെ ടാക്സിന്റെ ഡിഫറൻസ്. ഇനിയും ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ക്രിയേറ്റീവ് പ്ലസ്, അതാണ് ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. അതിനകത്ത് പ്ലസ് S എന്ന് പറഞ്ഞ സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ സൺറൂഫ് പല ആളുകളും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ചില ആളുകൾ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,86,000 രൂപയായിരുന്നു മാനുവലിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ അത് 9,87,000 രൂപ, 99,000 രൂപയുടെ ടാക്സിന്റെ കുറവാണ് വന്നിരിക്കുന്നത്. ഈ ക്രിയേറ്റീവ് പ്ലസിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. AMT 11,56,000 രൂപയായിരുന്നു. ഇപ്പോൾ 10,51,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് 1,05,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് പ്ലസ് S ഓട്ടോമാറ്റിക് വേരിയന്റ് ടാക്സ് ബെനിഫിറ്റും ഓണം ഓഫറും കൂടി നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ 9,90,000 രൂപ ബഡ്ജറ്റിൽ, അതായത് 10 ലക്ഷത്തിൽ താഴെ പഞ്ചിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. ഇതിന് മുമ്പ് എടുത്ത ആൾക്കാർക്കൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ കുറവാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ടിയാഗോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് സേഫസ്റ്റ് സ്മോൾ കാർ, അതാണ് നമ്മളുടെ ടാറ്റ ടിയാഗോ. ടിയാഗോയുടെ GST ബെനിഫിറ്റ് 42,000 രൂപ തൊട്ട് 72,000 രൂപ വരെ GST ബെനിഫിറ്റ് ആണ് ടിയാഗോക്ക് ലഭിക്കുന്നത്. പ്ലസ് ഓണം ഓഫർ 65,000 രൂപ വരെ. അതിൽ കൺസ്യൂമർ ഓഫർ സ്ട്രേറ്റ് അവേ 20,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബേസ് വേരിയന്റ് ആയിട്ടുള്ള XE വേരിയന്റിന് 5,89,000 രൂപയായിരുന്നു ഓൺ റോഡ് വന്നിരുന്നത്. ഇപ്പോൾ 5,37 ആ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 50,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് പ്ലസ് ഓണം ഓഫർ. അങ്ങനെ നോക്കുമ്പോൾ 5 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ടിയാഗോയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആയ XM വേരിയന്റ് ആണ്. ആ വാഹനത്തിന് 6,89,000 രൂപ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 6,34 ഓൺ റോഡ് ഇറക്കാം. 59,000 രൂപയുടെ GST ബെനിഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതും
നിങ്ങൾക്ക് ഓൺ ഓഫർ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ടിയാഗോയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ XT വേരിയൻ്റ് ആണ്. XT വേരിയൻ്റ് മാനുവലിന് 7,53,000 രൂപയായിരുന്നു. അത് 6,93,000 രൂപയ്ക്ക് ഇറക്കും. 60,000 രൂപയുടെ GST ഡിഫറൻസ് ആണ്. XTA അതാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ്. അതിന് 8,16,000 രൂപ ആയിരുന്നു. ഇപ്പോൾ 7,51,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. 65,000 രൂപയുടെ ടാക്സിൻ്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, പ്ലസ് ഓണം ഓഫർ. അങ്ങനെ നോക്കുമ്പോൾ 7 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനിയും ടോപ്പ് എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ XZA ആണ് ഓട്ടോമാറ്റിക്കലി ടോപ്പ് എൻഡ് വരുന്നത്. മാനുവലിൽ ഈ കാണുന്ന വാഹനം XZ പ്ലസ് ആണ്, അതിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ XZA അതായത് XZ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ 8,92 ആയിരുന്നു, 8,20 ഇപ്പോൾ ഓൺ റോഡ് ഇറങ്ങും. ഏകദേശം 72,000 രൂപയുടെ ടാക്സ് ഡിഫറൻസ്. ഈ XZ പ്ലസ് വാഹനത്തിന് 8,74,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 8,04,000 രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാം. 70,000 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അഡീഷണലി നിങ്ങൾക്ക് ഓണം ബെനിഫിറ്റും കൂടിയൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് ടിയാഗോൻ്റെ ഈ ടോപ്പ് എൻഡ് മാനുവൽ വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പുതിയ ആൾട്രോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് സേഫസ്റ്റ് ഹാഷ് ബാക്ക് ആൾട്രോസ് ആണ്. ഡീസൽ ഓഫർ ചെയ്യുന്ന ഒരേ ഒരു ഹാഷ് ബാക്കും നമ്മളുടെ ആൾട്രോസ് ആണ്. ആൾട്രോസിന് പ്രത്യേകിച്ച് ഓണം ഓഫറൊന്നും വന്നിരുന്നില്ല, പക്ഷേ ഇപ്പോൾ 66,000 രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ വരെ GST ബെനിഫിറ്റാണ് ആൾട്രോസിന് കിട്ടിയിരിക്കുന്നത്. ആൾട്രോസിൽ ഏറ്റവും കൂടുതൽ GST ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഡീസൽ വേരിയൻറ്റുകൾക്കാണ്. ഇപ്പോൾ ആൾട്രോസിൻ്റെ ബേസ് വേരിയൻറ്റ് സ്മാർട്ട് വേരിയൻ്റ് ആണ്. അതിന് പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. 8,18,000 രൂപയായിരുന്നു അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 7,52,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 66,000 രൂപയുടെ ടാക്സിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വേരിയൻ്റായ പ്യുവർ, അതാണ് ആൾട്രോസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ്. കാരണം പ്യുവർ വേരിയൻറ്റിൽ തന്നെ നിങ്ങൾക്ക് AMT സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പെട്രോളിൽ ഡീസലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്യുവർ പെട്രോൾ മാനുവലിന് 9,10,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 8,37,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം. 73,000 രൂപയുടെ ടാക്സിലെ കുറവാണ് വന്നിരിക്കുന്നത്. അതിൽ പ്യുവറിൽ തന്നെ AMT വരുന്നുണ്ട്. ആ വാഹനത്തിന് 9,80,000 രൂപ ആയിരുന്നു. ഇപ്പോൾ 9 ലക്ഷം രൂപയ്ക്ക്, അതായത് 80,000 കുറവിൽ ഇതിൻ്റെ AMT സെക്കൻഡ് വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാം. ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പ്യുവറാണ്. 10,63,000 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 9,61,000 രൂപയ്ക്ക് ഡീസൽ ഓൺ റോഡ് ഇറക്കം. 1,02,000 രൂപയുടെ ടാക്സിലെ കുറവ്. അപ്പോൾ ആ ഒരു പ്രൈസിന് 9,61,000 രൂപയ്ക്ക് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി കാറാണ് നമ്മളുടെ ആൾട്രോസിൻ്റെ പ്യുവർ വേരിയൻറ്റ്. പ്യുവർ വേരിയൻറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വേരിയൻറ്റ് എൻ്റെ ക്രിയേറ്റീവ് എസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. കാരണം ആ വേരിയൻറ്റിലാണ് നമുക്ക് DCA സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിയേറ്റീവ് എസ് വേരിയൻറ്റിൽ മാനുവൽ വരുന്നുണ്ട്. 10,69,000 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 9,81,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്രിയേറ്റീവ് എസ് ഇറക്കാം. അതിൽ സൺറൂഫ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 88,000 രൂപയുടെ ടാക്സ് ഡിഫറൻസ് ആണ്. ക്രിയേറ്റീവ് എസിലാണ് DCA വരുന്നത്. 12,40,500 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ്. ഇപ്പോൾ 11,13,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 1,32,000 രൂപയുടെ ടാക്സിലെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് എസ് ഡീസലിന് 12,52,000 രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 11,03,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം. അതായത് 1,49,000 രൂപയുടെ ടാക്സ് ഡിഫറൻസ്. അതായത് പ്യുവർ ഡീസലിൻ്റെ പഴയ പ്രൈസിനെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിന് ഇപ്പോൾ ക്രിയേറ്റീവ് എസ് ഡീസൽ കിട്ടും. അതിനകത്ത് 360 ക്യാമറ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻ്റാണ് ക്രിയേറ്റീവ് എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. പിന്നെ ടോപ്പ് എൻഡ് അക്കംപ്ലിഷ്ഡ് എസ് ഡീസൽ, ആ വാഹനത്തിൽ 13,64,000 രൂപയായിരുന്നു പഴയ പ്രൈസ്. ഇപ്പോൾ 12,32 ഓൺ റോഡ് ഇറക്കാം. 1,32,000 രൂപയുടെ ടാക്സിൻ്റെ കുറവ്. ശരിക്കും ആൾട്രോസിൽ ബെസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് വന്നിരിക്കുന്നത് ക്രിയേറ്റീവ് എസ് ഡീസലിനാണ്. 1,49,000 രൂപയാണ് അതിൻ്റെ GSTയുടെ കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു ഡീസൽ ഹാച്ച് ബാക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ട്. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആൾട്രോസ് ഒരു പക്ക വാല്യൂ ഫോർ മണി തന്നെയാണ്. നെക്സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ
ടാറ്റ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് നെക്സോണിനാണ്. നെക്സോണിന് 78,000 രൂപ തൊട്ട് 2,15,000 രൂപ വരെയാണ് ടാക്സിൻ്റെ ബെനിഫിറ്റ് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു 1.2 പെട്രോൾ എഞ്ചിനിലും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലുമായിരുന്നു നമ്മളുടെ നെക്സോൺ വന്നിരുന്നത്. അതും 1500 cc അല്ല 1499 cc എന്നൊക്കെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ബെനിഫിറ്റ് ലഭിക്കുന്നത്. പ്ലസ് 65,000 രൂപ വരെ ഓണം ഓഫറും, അതിനകത്ത് 25,000 രൂപ എല്ലാവർക്കും കിട്ടുന്ന ക്യാഷ് ഡിസ്കൗണ്ടാണ്. നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റായ സ്മാർട്ട് വേരിയൻറ്റ് 9,46,000 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ്. ഇപ്പോൾ 8,68,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 78,000 രൂപയുടെ ടാക്സിൻ്റെ ബെനിഫിറ്റാണ് ലഭിക്കുന്നത്, പ്ലസ് ഓണം ഓഫർ. നമുക്ക് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് പ്ലസ്സിലാണ്. അപ്പോൾ സ്മാർട്ട് പ്ലസിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വേരിയൻറ്റ് സ്മാർട്ട് പ്ലസ് ആണ്. അതിന് പെട്രോൾ മാനുവലിന് 10,51,000 രൂപ ആയിരുന്നു പ്രൈസ്. ഇപ്പോൾ 9,63,000 രൂപ, അതായത് 88,000 രൂപയുടെ പ്രൈസിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത്. സ്മാർട്ടിൽ തന്നെ ഓട്ടോമാറ്റിക് AMT ഉണ്ട്. അതിന് 11,32,000 രൂപയായിരുന്നു പ്രൈസ്. ഇപ്പോൾ 10,37,000, അതായത് 95,000 രൂപയുടെ ടാക്സിൻ്റെ ബെനിഫിറ്റ്. സ്മാർട്ട് പ്ലസിൽ തന്നെയാണ് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വേരിയൻറ്റിന് 11,80,000 രൂപ ആയിരുന്നു പ്രൈസ്. ഇപ്പോൾ 10,65,000 രൂപ, അതായത് 1,15,000 രൂപയുടെ കുറവാണ് ടാക്സിൽ മാത്രം വന്നിരിക്കുന്നത്. പ്ലസ് ഓണം ഓഫറും വരുന്നുണ്ട്. അപ്പോൾ ഓണം ഓഫറൊക്കെ എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം ഒരു 10,35 ഈസിലി നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നെക്സോണിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പ്യുവർ പ്ലസ് വേരിയൻ്റ് ആണ്. അതായത് ആ വലിയ 10.25 ഇഞ്ചിൻ്റെ സ്ക്രീന്, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, ബാക്ക് വൈപ്പറൊക്കെ പോലെയുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ആയി വരുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പ്യുവർ പ്ലസ് വേരിയൻ്റ് ആണ്. പ്യുവർ പ്ലസ് മാനുവലിന് 11,44,000 രൂപയാകുന്ന പ്രൈസ് വന്നിരുന്നു. ഇപ്പോൾ 10,48,000 രൂപയ്ക്ക് ആ വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. 96,000 രൂപയുടെ ടാക്സിൻ്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. പ്യുവർ പ്ലസിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് AMT വരുന്നുണ്ട്. 12,86,000 ആയിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 11,22,000 രൂപ, അതായത് 1,34,000 രൂപയുടെ ടാക്സിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്യുവർ പ്ലസ് ഡീസലിന് 13,28,000 പ്രൈസ് വന്നിരുന്നത്. 11,70 അത് കുറഞ്ഞിട്ടുണ്ട്, അതായത് 1,58,000 രൂപയുടെ കുറവ് ടാക്സ് ബെനിഫിറ്റ് മാത്രം. പ്ലസ് ഓണം ഓഫറോടും കൂടുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ്. ഡീസലിൽ AMT നമുക്ക് പ്യുവർ പ്ലസ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിന് 14,12,000 രൂപയായിരുന്നു പ്രൈസ്. ഇപ്പോൾ 12,75 ഓൺ റോഡ് ഇറക്കാം. 1,37,000 രൂപയുടെ ടാക്സിൻ്റെ ഡിഫറൻസ്, പ്ലസ് ഓണം ഓഫർ. ഇനിയും ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. അതാണ് 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ക്രിയേറ്റീവ് വേരിയൻ്റ് ആണ്. ക്രിയേറ്റീവ് വേരിയൻറ്റിൽ നമ്മൾക്ക് 13,28,000 രൂപയായിരുന്നു മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 11,79,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് 1,49,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ്. അതായത് പഴയ പ്യുവർ പ്ലസിൻ്റെ വേരിയൻറ്റിന് ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഓൺ റോഡ് ഇറക്കാം, കൂടുതൽ ഫീച്ചേഴ്സുള്ള. പിന്നെ ക്രിയേറ്റീവിലാണ് നമുക്ക് DCA ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14,71,000 രൂപയായിരുന്നു അതിന് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 13,47,000 രൂപയ്ക്ക് ആ വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാം. ഇപ്പോൾ നമ്മളുടെ ബ്രസയുടെ ZXi ഓട്ടോമാറ്റിക്കിന് എനിക്ക് തോന്നുന്നു 14.5 ലക്ഷം രൂപയ്ക്കാണ് പ്രൈസ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പക്ക വാല്യൂ ഫോർ മണിയാണ്. 13,40,000 DCA ഓട്ടോമാറ്റിക് ലഭിക്കും. പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ക്രിയേറ്റീവിൽ അവൈലബിൾ ആണ്. 15,79 ആയിരുന്നു അതിൻ്റെ പ്രൈസ്. ഇപ്പോൾ 14,24, 1,55,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ആ വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഞ്ചിൻ്റെ ടോപ്പ് എൻഡ് ഒക്കെ എടുക്കുന്നവർക്ക്, അതായത് പഞ്ചിൻ്റെ ടോപ്പ് എൻഡ് ഒക്കെ 10,51 ഓട്ടോമാറ്റിക്കിന് വരുന്നത്. ആ ബഡ്ജറ്റ് ഉള്ളവർക്കൊക്കെ പ്യുവർ പ്ലസ് AMT വേണമെങ്കിൽ എടുക്കാം 11,22. ആ ഒരു പ്രൈസിലേക്ക് ഇപ്പോൾ ഈ വാഹനം വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചിനേക്കാളും എന്തുകൊണ്ടും സേഫസ്റ്റ് ആയിട്ടുള്ള കാറാണ്. കുറച്ചും കൂടി വലിപ്പമുള്ള വാഹനമാണ്, കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ ടാറ്റ നെക്സോൺ. ടാറ്റയുടെ വലിയ വാഹനങ്ങളായ ഹരിയർ സഫാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിനുകളാണ്. അപ്പോൾ ഹരിയറിനൊക്കെ നമുക്ക് സെസ്സിൽ ചെറിയൊരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹരിയറിൻ്റെ ബേസ് വേരിയൻ്റായ സ്മാർട്ട് വേരിയൻറ്റിന് 18,22,000 രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 17,26 ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 96,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഹരിയറിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു പക്ക വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പ്യുവർ എക്സ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. അതിന് 22,15 ആയിരുന്നു മാനുവൽ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 20,97 ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 1,18,000 രൂപയുടെ ഡിഫറൻസും. പ്യുവർ എക്സിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതിന് 24 ലക്ഷം
28,000 രൂപയായിരുന്നു പ്രൈസ്. ഇപ്പോൾ 22,80,000 രൂപയ്ക്ക് പ്യുവർ എക്സും നമ്മൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 1,28,000 രൂപയുടെ ഡിഫറൻസ്. ഈ ഓൾമോസ്റ്റ് സിമിലർ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് സഫാരിയിലും വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടാറ്റ വാഹനങ്ങളൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു സമയമാണ്. കാരണം ഇനി ഇതുപോലത്തെ ഒരു ഓഫറൊക്കെ വന്നെങ്കിൽ അടുത്ത കൊല്ലം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒക്കെ ആവേണ്ടി വരും. കാരണം ഇപ്പോൾ GST ബെനിഫിറ്റും അതിൻ്റെ കൂടെ ഓണം ഓഫറും ഓണത്തിന് കിട്ടിയ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും ഡെലിവറി കാര്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.